മാതർമേ മധുകൈടഭഗ്നി महिषप्राणापहारोद्यमे हेला निर्मितधूम्रलोचनवधे हे चण्डमुण्डार्दिनि निःशेषीकृतरक्तबीजदनुजे नित्ये निसुम्भापहे സുംഭധ്വംസിനി സംഹരാശു ദുരിതം ദുർഗേ നമസ്തേംബികേ. ദേവീമാഹാത്മ്യം തുടരുകയാണ്. ശുംഭനിശുംഭന്മാരുടെ വധം കഴിഞ്ഞതിന് ശേഷം ദേവന്മാർ ദേവിയെ സ്തുതിക്കണതാണ് ഇനി പറയണത്. സർവഭൂതേ സദാ ദേവി സർവമുക്തിപ്രദായിനി ത്വൽസ്തുതൗ സ്തുതയക്കാവാ ഭവന്തി പരമുക്തയ. ഞങ്ങൾക്ക് സ്തുതിക്കാനായിട്ട് വലിയ കേമായിട്ട് വശമൊന്നുമില്ല. പക്ഷേ ഞങ്ങളുടെ സ്തുതികൾ എത്ര നിസ്സാരമായിട്ടുള്ളതാണെങ്കിലും അതൊക്കെ ദേവിയുടെ സ്തുതിയാവുമ്പോൾ അത് പരമുക്തികളായിട്ട് തരും, ശ്രേഷ്ഠങ്ങളായിട്ടുള്ള ഉക്തികളായിട്ട് തീരും എന്ന് പറയുകയാണ്. സർവഭൂതേ, സർവഭൂതാത്മികയായിട്ടുള്ള ദേവി, എല്ലാ ഭൂതങ്ങളുടെയും സ്വരൂപമായിട്ടുള്ള അല്ലയോ ദേവി. സർവഭൂതേ ദേവി സദാ സ്വർഗമുക്തിപ്രദായിനി, സദാ എല്ലായ്പ്പോഴും സ്വർഗമുക്തിപ്രദായിനി, സ്വർഗത്തെയും മുക്തിയെയും പ്രദാനം ചെയ്യുന്നതായ ദേവി. സ്വർഗഫലം ഉണ്ടാക്കിത്തരും, അതല്ല മുക്തിയാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഫലം ഉണ്ടാക്കിത്തരും. അങ്ങനെ എല്ലായ്പ്പോഴും സ്വർഗത്തെയും മുക്തിയെയും മോക്ഷത്തെയും ഉണ്ടാക്കിത്തരുന്നതായിട്ടുള്ള പ്രദായിനി, നൽകുന്നതായിട്ടുള്ള അല്ലയോ ദേവി. ത്വൽസ്തുതൗ, അങ്ങയെ സ്തുതിക്കുമ്പോൾ, സ്തുതയ ആ സ്തുതികളെല്ലാം തന്നെ, കാവാ അതെന്താണെങ്കിലും അങ്ങയെ സ്തുതിക്കുമ്പോൾ, ഭഗവതിയെ ദേവിയെ സ്തുതിക്കുമ്പോഴുള്ളതായിട്ടുള്ള ആ സ്തുതികൾ എത്ര നിസ്സാരങ്ങളായാലും തന്നെ, കാവാ എന്തായാലും അത് ഭവന്തി പരമോക്തയ, പരമോക്തികളായിട്ട് തീരുന്നു എന്നുള്ളതാണ്. ശ്രേഷ്ഠങ്ങളായ ഉക്തികളായിട്ട് തീരുന്നു, അതൊക്കെ ശ്രേഷ്ഠമായിട്ട് തീരുന്നു. ഭഗവതിയെക്കുറിച്ചുള്ള സ്തുതിയാണെങ്കിൽ അതൊക്കെ ശ്രേഷ്ഠമായിട്ട് തീരുന്നു എന്നാണ്. സർവസ്യ ബുദ്ധിരൂപേണ ജനസ്യ ഹൃദി സംസ്ഥിതേ സ്വർഗാപവർഗതേ ദേവി നാരായണി നമോസ്തുതേ. സർവസ്യ ബുദ്ധിരൂപേണ ജനസ്യ, സർവസ്യ ജനസ്യ എല്ലാ ജനങ്ങളുടെയും ഹൃദി ഹൃദയത്തിൽ, ബുദ്ധിരൂപേണ സംസ്ഥിത, ബുദ്ധിരൂപേണ ജ്ഞാനരൂപമായിട്ട് വർത്തിക്കുന്നതായ, സംസ്ഥിത സ്ഥിതി ചെയ്യുന്നതായ, എല്ലാ ജനങ്ങളുടെ ഹൃദയത്തിലും ബുദ്ധിയായിട്ട് അവർക്ക് ജ്ഞാനം പ്രദാനം ചെയ്തുകൊണ്ട് വസിക്കുന്നതായ അല്ലയോ ദേവി. സ്വർഗ അപവർഗതേ, ആ സ്വർഗത്തെയും അപവർഗത്തെയും മോക്ഷത്തെയും നൽകുന്നതായ അല്ലയോ ദേവി. അതായത് ജ്ഞാനമായിട്ട് വർത്തിക്കുമ്പോൾ തന്നെ അത് നല്ല കാര്യങ്ങൾക്ക് ചെയ്യുന്നതിന് പ്രചോദനം നൽകും. അപ്പം അതുകൊണ്ട് തന്നെ സ്വർഗത്തിനും അപവർഗത്തിനും കാരണമായിട്ട് തീരും എന്നുള്ളതാണ്. അങ്ങനെ സ്വർഗ അപവർഗതേ, സ്വർഗത്തിനും അപവർഗത്തിനും മോക്ഷത്തിനും കാരണമായി തീരുന്നതായ, അതിനെ നൽകുന്നതായ അല്ലയോ ദേവി. നാരായണി നമോസ്തുതേ, അല്ലയോ നാരായണി, നാരായണ ശക്തിയായിട്ടുള്ള അല്ലയോ നാരായണി, ഭഗവതിക്ക് നമസ്കാരം, ദേവിക്ക് നമസ്കാരം. കലാകാഷ്ഠാദിഭേദേന പരിണാമപ്രദായിനി വിശ്വസ്യോപരതോ ശക്രേ നാരായണി നമോസ്തുതേ. ഇനി കലാകാഷ്ഠാദിഭേദേന, കല എന്ന് വെച്ചാൽ വളരെ ചെറിയതായിട്ടുള്ള ഒരു കാലത്തിൻ്റെ അളവാണ് കല എന്ന് പറയുന്നത്. കാഷ്ഠ എന്ന് പറഞ്ഞാൽ 30 കലകൾ ചേർന്നതായാണ് കാഷ്ഠ എന്ന് പറയുന്നത്. അങ്ങനെ ഓരോരോ ഭേദങ്ങൾ, ദിവസം, മാസം, വർഷം എന്നൊക്കെ ഉണ്ടല്ലോ, അതേമാതിരി വളരെ ചെറിയതായിട്ടുള്ള അളവുകളാണ്, കാലത്തിൻ്റെ അളവുകളാണ് കാലാകാഷ്ഠ എന്നൊക്കെ പറയണത്. അങ്ങനെ ആ കലാകാഷ്ഠ തുടങ്ങിയതായിട്ടുള്ള കാലങ്ങളുടെ അളവുകൾക്ക്, ആ പരിമാണങ്ങൾക്ക് ഒക്കെ ആ ഭേദങ്ങളെ കൊണ്ട് പരിണാമപ്രദായിനി, എല്ലാ വസ്തുക്കൾക്കും പരിണാമത്തെ നൽകുന്നതായിട്ടുള്ള, അതായത് ഒരു മാമ്പഴം ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ ആദ്യം അതിൻ്റെ ആ ഒരു രജസായിട്ട് അവിടെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് അത് ഫലപ്രദമായിട്ട് വരുമ്പോൾ കായയുടെ ഒരു ചെറിയ പൂവ് ആയിട്ട് വരും, പൂവിൻ്റെ കായയുടെ ചെറിയതായിട്ടുള്ള വരും, അതിങ്ങനെ വലുതായി വരും. പിന്നെ അത് നിറം മാറിത്തുടങ്ങും, പഴുക്കും. ഇങ്ങനെയൊക്കെയുള്ളതായിട്ടുള്ള ഭേദങ്ങൾ, പരിണാമങ്ങൾ
അതാണ് മാറ്റം വരണത് എന്ന് പറയുന്നത്. അതിനൊക്കെ കാലം കാരണമാണ്. കാലം ഇല്ലാതെ കണ്ട്, കാലം എന്നുള്ളതായിട്ടുള്ള ശക്തി ഇല്ലാതെ കണ്ട് യാതൊരു പരിണാമവും മാറ്റവും പ്രപഞ്ചത്തിൽ ഉണ്ടാവണില്ല. അതിനൊക്കെ പ്രപഞ്ചത്തിൽ ഉണ്ടാവുന്നതായിട്ടുള്ള എല്ലാ മാറ്റങ്ങൾക്കും കാലം കാരണമാണ് എന്നുള്ളതാണ്. അങ്ങനെ ആ കാലകാഷ്ഠാദിഭേദേന കലാകാഷ്ഠാദിഭേദേന കാഷ്ഠ തുടങ്ങിയതായ കാലഭേദങ്ങളെ കൊണ്ട് പരിണാമപ്രദായിനി, പ്രപഞ്ചത്തിൽ പരിണാമത്തെ നൽകുന്നതായ, ഉണ്ടാക്കുന്നതായ വിശ്വസ്യോപരതോ ശക്തേ. ഇനി ആ പരിണാമം മാത്രമല്ല, ഉപരതിയും ഉണ്ടാവുന്നു എന്നാണ്. ഉപരതി എന്ന് വെച്ചാൽ അവസാനം, മാറ്റം, അവസാനം എന്നുള്ളത്. ആ വിശ്വത്തിൻ്റെ മുഴുവൻ ഉപരതി, നാശം, ആ വിസർഗം, അതിനും കാരണമായിട്ട് തീരുന്നതായിട്ടുള്ള വിശ്വസ്യ ഉപരതവും ശക്തേ, അതിനും ശക്തി ഉള്ളതായ അല്ലയോ നാരായണി, നമോസ്തുതേ, അങ്ങയ്ക്ക് നമസ്കാരം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണി നമോസ്തുതേ. സർവമംഗളമംഗല്യേ, എല്ലാ മംഗളങ്ങൾക്കും മംഗല്യമായിട്ടുള്ള, എല്ലാ മംഗളങ്ങളുടെയും മംഗല്യമായിട്ടുള്ള, മംഗളകരമായിട്ടുള്ള ശിവേ, അല്ലയോ ശിവപ്രദയായിട്ടുള്ള, സർവാർത്ഥസാധികേ, എല്ലാ അർത്ഥങ്ങളെയും ആഗ്രഹങ്ങളെയും പുരുഷാർത്ഥങ്ങളെയും മുഴുവനും, ധർമാർത്ഥകാമ മോക്ഷങ്ങൾ, ഇതാണ് 4 പുരുഷാർത്ഥങ്ങൾ. ആ എല്ലാ പുരുഷാർത്ഥങ്ങളെയും സാധിപ്പിച്ചു തരുന്നതായ സർവാർത്ഥസാധികേ ശരണ്യേ, എല്ലാവർക്കും ശരണ്യയായിട്ടുള്ള, ശരണം പ്രാപിക്കുവാൻ യോഗ്യയായിട്ടുള്ള ത്രയംബകേ, 3 അമ്പകങ്ങളോടുകൂടിയ, അമ്പകം എന്ന് വെച്ചാൽ നേത്രത്തിനാണ് അമ്പകം എന്ന് പറയും. അപ്പോൾ അങ്ങനെ ത്രയംബകേ, 3 നയനങ്ങളോടുകൂടിയ ദേവി, അല്ലയോ ദേവി നാരായണി നമോസ്തുതേ, അല്ലയോ നാരായണി ഭഗവതിക്ക് നമസ്കാരം, ദേവിക്ക് നമസ്കാരം. സൃഷ്ടിസ്ഥിതി വിനാശാനാം കർത്തൃഭൂതേ സനാതനീ ഗുണാശ്രയേ ഗുണമയേ നാരായണി നമോസ്തുതേ. സൃഷ്ടിസ്ഥിതി വിനാശാനാം, ജഗത്തിൻ്റെ സൃഷ്ടിക്കും സ്ഥിതിക്കും, സ്ഥിതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ നിലനിൽപ്പ്, രക്ഷയോടുകൂടിയതായിട്ടുള്ള നിലനിൽപ്പ്. ഇനി വിനാശം, അതിൻ്റെ നാശം, പ്രളയം, അതിനും എല്ലാം കർത്തൃഭൂതയായിട്ടുള്ള സനാതനി, നിത്യയായിട്ടുള്ള, സനാതന ധർമ്മത്തോടു കൂടിയതായ, നിത്യമായ രൂപത്തോടു കൂടിയ, നിത്യയായിട്ടുള്ള, ഗുണങ്ങളെ ആശ്രയിച്ചിരിക്കുന്ന, ഗുണാശ്രയേ, ത്രിഗുണങ്ങളെ ആശ്രയിച്ചിരിക്കുന്നവളും, ഗുണമയേ, ത്രിഗുണമയിയും ആയിട്ടുള്ള അല്ലയോ നാരായണി നമോസ്തുതേ, ഭഗവതിക്ക് നമസ്കാരം, ദേവിക്ക് നമസ്കാരം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണി നമോസ്തുതേ.